ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ് തലക്കാടൻ. ഞാനിന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫ് നൂഡിൽസാണ്. ബീഫ് നൂഡിൽസിന് ആവശ്യമായിട്ട് കുറച്ച് ബീഫ് ഞാൻ പൊടിച്ചത് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞത് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഓണിയൻ ഒരു വലിയ ഓണിയൻ എടുത്തിട്ടുണ്ട്. ബീൻസ് ഇതേപോലെ കുരുവിരുന്ന നീട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാബേജ് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സെല്ലറി ഇതേപോലെ നീട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കോ ഇതേപോലെ ചെറുതായിട്ട് നീട്ടത്തിൽ അരിഞ്ഞെടുത്തത്. സ്പ്രിംഗ് ഓണിയൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് പോവാം. അത് ഒരു പാൻ വച്ചിട്ട് ആ പാനിലേക്ക് ഒരു 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് പാനിൽ ഓയിൽ ആഡ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പാനിൽ ഞാൻ ബീഫ് വറുത്തെടുത്താണ്, അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്താണ് കുക്ക് ചെയ്യുന്നത്. എഗ്ഗ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്തിരി വെജിറ്റബിൾ കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം കുട്ടികൾക്ക് കൂടുതൽ വെജിറ്റബിൾ ഉള്ളിൽ തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോർമലി കുറച്ചും കൂടി വെജിറ്റബിൾ കുറച്ചാണ് യൂസ് ചെയ്യുന്ന ആളുകൾ. പല ഇഷ്ടമാണ്, ചോയ്സ് അനുസരിച്ച് ചെയ്യാം. ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ഓണിയൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതേപോലെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കോ എല്ലാം ആഡ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് ഇതൊന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം ഇത് ആഡ് ചെയ്യുന്നു. നൂഡിൽസ് ആവശ്യമായിട്ട് ഞാൻ ഇത് ബോയിൽ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വച്ചിരിക്കുന്നതാണ്. പിന്നെ ഇനി ഇതിനകത്തേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. സെല്ലറി, ക്യാപ്സിക്കോ, സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിൻ്റെ നൂഡിൽസിൻ്റെ വെജിറ്റബിളൊക്കെ ബോയിലായിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പൊടിച്ച് വെച്ചിരിക്കുന്നത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഞാൻ ബോയിൽ ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് കട്ടി കൂടാകുമ്പോൾ കുട്ടികളെ കടിച്ചാൽ പറ്റില്ല. അപ്പോൾ അതായത് ഞാനത് പൊടിച്ചത് ആണ് വറുത്തെടുത്തിരിക്കുന്നത്. ബീഫ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ബീഫ് ആഡ് ചെയ്തിട്ട് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തേക്ക് ബോയിൽ ചെയ്ത് വെച്ചേക്കണ നൂഡിൽസ് ബോയിൽ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കുക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ നൂഡിൽസിൽ പെപ്പർ പൗഡർ ഞാൻ 1 ടീസ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആഡ് ചെയ്യാൻ ആരെങ്കിലും, പക്ഷെ ഞാൻ ഇത് കുട്ടികൾക്ക് എരിവൊക്കെ പ്രശ്നം, ഞങ്ങൾക്ക് എരിവ് പൊതുവെ അധികം യൂസ് ചെയ്യില്ല. പിന്നെ ഞാൻ ഷുഗർ 1 സ്പൂൺ ആഡ് ചെയ്യാണ്. ഡാർക്ക് സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഒരര ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നോർമലി ഹോട്ടലുകളിൽ അങ്ങനെ ആദ്യം ആഡ് ചെയ്യാറില്ല. ഞാനിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. നൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീഫിൻ്റെ നൂഡിൽസ് റെഡി ആയിരിക്കുകയാണ്. ഇതിനകത്ത് വെജിറ്റബിളൊക്കെ ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. എല്ലാവർക്കും കുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എനിക്ക് വേണ്ടി ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫോളോ ചെയ്യും, ലൈക്കൊക്കെ ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.